പന്തളം കൊട്ടാരത്തിന് അടുത്ത് നടക്കുന്ന അയ്യപ്പ കൺവെൻഷൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ പിരിഞ്ഞു. അടുത്ത വീഡിയോ അടുത്തത് ഓരോരോ എപ്പിസോഡായിട്ട് ചെയ്യാം. എന്തുകൊണ്ട് പ്രബോധനമായിരിക്കുന്നത് ആദ്യമേ ഇതിന്റെ സംഘാടകരോടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സനാതന ധർമ്മ വിശ്വാസികളോടും അയ്യപ്പ ഭക്തന്മാരോടും ആദ്യമേ അയ്യപ്പ ഭഗവാന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇതിന് നിശ്ചിതമായ ചടങ്ങ് തുടങ്ങാം. ഈ യോഗത്തിന്റെ തുടക്കം കുറിച്ച് ഈ യോഗത്തിൽ അധ്യക്ഷ തന്നെയാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വൈറസ്. എല്ലാ വൈറസുകളും നെഗറ്റീവ് ആയിട്ടുള്ള വൈറസുകളല്ല, പോസിറ്റീവായ വൈറസുകളും ഉണ്ട്. ആ സനാതന സംസ്കാരം എന്ന് പറയുന്ന ആ വൈറസ് സമൂഹത്തിലേക്ക് നാഴത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള സമ്പൂജ്യനായിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. ഒരു പരിചയപ്പെടുത്തുകയോ ആമുഖത്തിലെയോ ആവശ്യമില്ലാത്ത എല്ലാവരും നമ്മളോടൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കുന്ന ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാരും ഇവരും ഈ സദസ്സിലെ വേദിയിലും ഒക്കെ ആയിക്കൊണ്ട് ഞാൻ സ്വാഗതം പൂർത്തിയാക്കുന്നതിനാണ് എല്ലാവരെയും സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സ്വാമി ശക്തിശാനാനന്ദ മഹർഷി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സ്വാമി അയ്യപ്പദാസ് നമ്മളോടൊപ്പമുണ്ട്. സ്വാമി ആനന്ദ ചൈതന്യ, വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വര ധർമ്മി, സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി ശിവപ്രിയാനന്ദ സരസ്വതി, സ്വാമി വിഷ്ണുപ്രിയാനന്ദ സരസ്വതി, ശ്രീ വത്സൻ തില്ലങ്കരി. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സ്വാഗത സംഘത്തിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താവാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പന്തളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും എല്ലാ സമരമുഖത്തും സധൈര്യം മുൻപിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ശ്രീ വത്സൻ തില്ലങ്കരി അവരെ പരിചയപ്പെടുത്തുന്നു. ശ്രീ നാരായണവർമ്മ അവർ നമ്മളോടൊപ്പമുണ്ട്. ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹവും നമ്മളോടൊപ്പം. എല്ലാ കാര്യങ്ങളിലും വളരെ സജീവവും സക്രിയവുമായി ഇടപെടുന്ന വ്യക്തിത്വമാണ് ശ്രീ നാരായണവർമ്മ അവരെ പരിചയപ്പെടുത്തും. നമ്മളോടൊപ്പം ശബരിമലയിലെ 2 തന്ത്രി പ്രമുഖന്മാർ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. വളരെ അനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളാണ്. തന്ത്രി കണ്ഠര് മോഹനരവർകൾ നമ്മളോടൊപ്പമുണ്ട്. ശബരിമലയിലെ തന്ത്രി അദ്ദേഹമാണ്. ധാരാളം ക്ഷേത്രങ്ങളിൽ തന്ത്രി സ്ഥാനം വഹിക്കുന്ന അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അദ്ദേഹത്തിന്റെ മകൻ ശബരിമലയിലെ നിലവിലെ തന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരവർകൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. കോടതി വിധിക്ക് ശേഷം പന്തളത്ത് അയ്യപ്പന്റെ അമ്മമാർ തെരുവിലിറങ്ങി കണ്ണുനീരോടുകൂടി ശരണം വിളിച്ചത്, ആ വിളി കേട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാമുദായിക സംഘടനകളുടെയും ആചാര്യന്മാരുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധികൾ അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത്. നമ്മൾ എങ്ങനെ ആചാരത്തെ സംരക്ഷിക്കുമെന്ന് ആലോചിക്കാൻ വേണ്ടി അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത്. അതിനേക്കാൾ മനസ്സു നിറഞ്ഞ് അതിനേക്കാൾ ഭക്തിയോടുകൂടി ഒരു സദസ്സാണ് ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് വാക്കുകൾക്ക് അതീതമാണ് ഇവിടെ നമ്മൾ അന്യോന്യം കൈമാറുന്ന സന്ദേശം എന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴും വാക്കുകൾ അപൂർണമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിലാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും അനുഭവത്തിൽ നിന്നാണ്. അത്രമാത്രം ശാശ്വതവുമാണ് എന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അത് ബോധ്യപ്പെട്ട് സ്വാഭിമാനത്തിലാണ് നമ്മൾ ഈ സെമിനാറിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പമ്പയിൽ നിന്നാണ് ആ സന്ദേശം നമുക്ക് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കാട്ടുകള്ളനായ ജയങ്കരെ പോലുള്ളവർ ക്ഷണിക്കുകയാണ്. ക്യാമറ
സ്വാമിയേ പമ്പാവാസനേ പന്തളവാസനേ ഹരിഹരസുതനേ ധർമ്മശാസ്താവേ ശ്രീഭൂതനാഥനേ സ്വാമിയേ ഹരിഹരസുതനാനന്ദനിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സംപൂജ്യ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമിപാദങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. വാഴൂർ തീർത്ഥപാദ സമൂഹം. സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. അയ്യോ, പന്തളത്ത് നടക്കുന്ന ഈ അയ്യപ്പ സംഗമം, അയ്യപ്പ ധർമ്മം ലോകരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള, ചുമലിലേറ്റിയിട്ടുള്ള, അത് ജീവിക്കുന്നത് നിറവേറ്റി നമ്മളുടെ ജീവിതത്തെ ധന്യധന്യമാക്കുന്ന ആ പുണ്യ നിമിഷമാണ് നമുക്ക് ഇവിടെ കൈവന്നിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തകർക്കാൻ വേണ്ടി ബോധപൂർവം പലപ്പോൾ ശബരിമലയിലെ മേൽശാന്തി ആയിരുന്നു അദ്ദേഹം. കടകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കും. സ്വാമിയേ വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന ബഹുമാന്യരെ, സന്യാസി ശ്രേഷ്ഠന്മാരെ, വിവിധ ഹൈന്ദവ സന്നദ്ധ പ്രവർത്തകരെ, സാമുദായിക നേതാക്കന്മാരെ, ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് അനിൽ പിള്ളയും അവരുടെ ക്ഷണിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ ആരാധനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരി അവർകളും നമ്മളോടൊപ്പം ഈ വേദിയിൽ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വിഷയാവതരണം നടത്തുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് അവർകളാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹവും ഈ ശബരിമലയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ആ യോഗത്തിൽ ശ്രീ VR രാജശേഖരൻ സ്വാഗതം ആശംസിക്കും. ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. രണ്ടാമത്തെ വിഷയം ശബരിമലയുടെ വികസനം എന്നുള്ള വിഷയമാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് G. രാമൻ നായർ സാറാണ്. അദ്ദേഹത്തിന് വളരെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ പരിപാടി പ്രദർശനയ്ക്ക് ശേഷം ഇവിടെ അവസാനിക്കും. അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം കൃത്യം 11:30 രണ്ടാമത്തെ സെഷൻ ആരംഭിക്കും. ദയവായി ധാരാളം ആൾക്കാർ താഴെ നിൽക്കുകയാണ്, തിരക്ക് കൂട്ടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തന്നിരിക്കുന്ന കുടിവെള്ളത്തിന്റെ കുപ്പി ഏതെങ്കിലും ഒരു സ്ഥലത്ത് താഴെ ക്രമീകരിച്ചിട്ടുണ്ട്, വാരി വലിച്ചിടാതെ ഒരു സ്ഥലത്ത് തന്നെ ഇടണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ES ബിജു ഹിന്ദുഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷനെ ക്ഷണിച്ചു. അധ്യക്ഷ KP ശശികല ടീച്ചർ, വേദിയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തിട്ടുള്ള സംപൂജ്യ ഹിന്ദു സംഘടനാ കാര്യകർത്താക്കളെ, ഈ അയ്യപ്പ ധർമ്മം സംരക്ഷിക്കുവാനുള്ള, വിശ്വാസം സംരക്ഷിക്കാനുള്ള